പലപ്പോഴും നാം സാഹചര്യങ്ങളെയും പരിതപിക്കുന്നവരാണ്. എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഈ ഭവനത്തിൽ ജനിച്ചല്ലോ, ഇതുകൊണ്ടൊക്കെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസമുണ്ടായത്, ഇതൊക്കെ സംഭവിച്ചത്, തോൽവികൾ ഏറ്റുവാങ്ങിയത്, കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞ് പലപ്പോഴും നാം പരിതപിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥന നമ്മുടെ സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ സാഹചര്യങ്ങളിൽ മാറ്റം ഉളവാക്കുന്നതാണ്. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 28 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കുന്നു. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷനായി. അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. പത്രോസും കൂടെയുള്ളൊരു ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും മോശയ്ക്കും ഏലിയാവിനും. അങ്ങനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പത്രോസും യാക്കോബും യോഹന്നാനും പ്രാർത്ഥിക്കുവാൻ ഉയർന്ന ഒരു മലയിലേക്ക് കയറിപ്പോയി. യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത പകൽ മുഴുവനും പ്രാർത്ഥിക്കുകയും രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയും പകൽ ശുശ്രൂഷ ചെയ്യുകയുമായിരുന്നു. രാത്രി മുഴുവനും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ കാണുവാൻ കഴിയും. രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ മുൻപിൽ രോഗികൾ കടന്നു വരട്ടെ, മരിച്ചവർ കടന്നു വരട്ടെ, പ്രതിസന്ധി നിറഞ്ഞവർ കടന്നു വരട്ടെ, യേശു രാത്രി മുഴുവനിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പകൽക്കാലം ആരെല്ലാം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും, ആരെല്ലാം തൻ്റെ മുമ്പിൽ വന്നു നിന്നാലും, രാത്രിയിൽ താൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പകൽക്കാലം ദൈവപ്രവർത്തികളെ വെളിപ്പെടുവാനിടയായിത്തീരും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക്, രാത്രിയിലുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. നാം ഓരോ ദിവസവും വളരെ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണ്. എന്നാൽ രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുകയും കരയുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ പകൽക്കാലം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ, ഏതെല്ലാം വൈതരണികളുണ്ടോ, ഏതെല്ലാം വഴികളിലൂടെ നാം നടന്നു പോകേണ്ടതുണ്ടോ, അത് ദുർഘടങ്ങളാകാം, കഷ്ടങ്ങളാകാം, പ്രയാസങ്ങളാകാം. എന്നാൽ രാത്രിയിൽ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ പകൽക്കാലം നേരിടുന്നതിനെല്ലാം അഭിമുഖീകരിക്കുവാൻ കർത്താവ് കൃപ തരും. ഇവിടെ പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ അവരൊരുമിച്ച് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. അവർ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ മുഖഭാവം മാറി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയിൽ മാറ്റം ഉളവാകാത്ത, മാറ്റം വരുത്താത്ത ഒരു വിഷയവുമില്ല. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരുടെ മുഖഭാവം മാറി. യാക്കോബിനെ ഇന്നലെ കാണുന്നത് പോലെയല്ല ഇപ്പോൾ കാണുന്നത്. പത്രോസിനെ ഇന്നലെ കണ്ടതുപോലെയല്ല പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത്. യോഹന്നാനെ ഇന്നലെ കണ്ടതുപോലെയല്ല ഈ രാത്രിയിൽ അവർ മലമുകളിൽ കയറിപ്പോയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത്. അവരുടെ മുഖത്തിന് അവ മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായിത്തീർന്നു. 2 പുരുഷന്മാർ അവരോട് സംഭാഷിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ വചനത്തിലൂടെ ഉളവായി വരുന്നത് ഏത് സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ, ഏത് സിറ്റുവേഷനും മാറ്റിമറിക്കുവാൻ, ഇന്ന് പകൽ നീ അഭിമുഖീകരിക്കുന്ന രോഗമാകട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാകട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന കടഭാരമാകട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന
എന്തെല്ലാം പ്രതിസന്ധികളാകട്ടെ, ഇന്ന് പകൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധി മുട്ടുമടക്കിയാൽ, രാത്രിയുടെ ആമാരംഭങ്ങളിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, പ്രാർത്ഥന നിൻ്റെ അവസ്ഥയ്ക്ക്, നിങ്ങളുടെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, എന്തെല്ലാം പ്രതിസന്ധിയുണ്ടോ, തലമുറയാർത്താണോ ഭാരപ്പെടുന്നത്, രോഗത്തെ ഓർത്താണോ ഭാരപ്പെടുന്നത്, തലമുറയുടെ വിദ്യാഭ്യാസം ഓർത്താണോ ഭാരപ്പെടുന്നത്, മുന്നോട്ടെങ്ങനെ സ്റ്റെപ്പ് വെച്ച് കടന്നു പോകും എന്ന് വല്ലാത്ത പ്രയാസത്തിൽ ഞെരുങ്ങുകയാണോ? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥന നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്നതാണ്. ഇവിടെ യാക്കോബും യോഹന്നാനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖഭാവം മാറി, ഉടുപ്പ് വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും തേജസ്സിൽ അവർക്ക് പ്രത്യക്ഷനായി. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നിൻ്റെ സ്ഥിതി മാറ്റുക മാത്രമല്ല, നിൻ്റെ അവസ്ഥ മാറ്റുക മാത്രമല്ല, നിൻ്റെ പ്രയാസത്തിനകത്തേക്ക്, പ്രതിസന്ധിക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. മുൾപ്പടർപ്പിൽ മോശയ്ക്ക് വേണ്ടി ഇടപെട്ടതുപോലെ, പത്മോസിൽ യോഹന്നാന് വേണ്ടി ഇടപെട്ടതുപോലെ, തീച്ചൂളയ്ക്കകത്ത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനു വേണ്ടി തീച്ചൂളയുടെ നടുവിൽ നാലാമനായി ഇറങ്ങിയതുപോലെ, ഏത് വിഷയങ്ങളാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ ഏത് അവസ്ഥകളും മാറ്റിമറിക്കാൻ, ഇന്നിൻ്റെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ, നാളെയുടെ നിളയിൽ നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസും അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ പറയുകയാണ്, അവർ ആ തേജസ്സിൽ നിൽക്കുമ്പോൾ, അവരാ ദൈവസാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ, പത്രോസും യാക്കോബും യോഹന്നാനും പറയുകയാണ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. നാം 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് മോശയ്ക്കും ഏലിയാവിനും എന്ന് പറയാതെ പറഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി, ഈ ദൈവ സാന്നിധ്യത്തിനകത്തു നിന്ന് അവർ അഭിമുഖീകരിച്ചിരുന്ന അവർ ആയിരിക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ ആ ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്ന് അവർക്ക് വിട്ടുപോകാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയും ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ സാഹചര്യങ്ങളെയും അവസ്ഥകളെയും മാറ്റി പുത്തൻ വഴിയിലേക്കും പുത്തൻ പന്താവിലേക്കും നടത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സമയം തക്കത്തിനുപയോഗിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കരയുവാനും, നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുടെ നടുവിലാണെങ്കിലും ഭാരപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ കരയുവാൻ തയ്യാറാകട്ടെ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.